പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് തന്ന ഈ നല്ല സമയത്തിനായും നല്ല അവസരത്തിനായും എല്ലാറ്റിനുമായി സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളോട് എല്ലാവരോടും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രിയ ബെൻസൺ പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള നന്ദിയെ പറയുന്നു. നമ്മൾ ഇന്ന് തൊട്ട് ദൈവം അനുവദിച്ചാൽ നമ്മൾ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ദൈവവചനത്തിൽ കൂടെയുള്ള അതിമഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഡെലിവറൻസ് സെക്ഷനാണ്. കാരണം ദൈവവചനത്തിനകത്ത് കിടക്കുന്ന അനേക ദൈവവചനത്തിൻ്റെ മിസ്റ്ററി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദിവസങ്ങളാക്കി, മണിക്കൂറുകളാക്കി ഈ ദിവസങ്ങളെയൊക്കെ ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലുള്ള എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കഴിയുന്നിടത്തോളം നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് ഓൺ ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. രണ്ട്, നിങ്ങൾ ഈ ദൈവവചനം ഞാൻ PPT ഒക്കെ കാണിച്ചു തരാം. നിങ്ങളത് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം എഴുതിയെടുക്കുക, ദൈവവചനം പഠിക്കുക, വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു നന്മയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകാം. കഴിയുന്നിടത്തോളം വീഡിയോകൾ ഓൺ ചെയ്താട്ടെ. നിങ്ങൾ ജോലിയിലല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് മുമ്പിലോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും കർത്താവ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഞങ്ങളെല്ലാവരും അടുക്കൽ വരുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. അങ്ങയുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ തരണമേ. ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യവും ബലവും എല്ലാം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ. അടിയൻ്റെ കേൾവിക്കാരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലും ഞങ്ങളോടെല്ലാം ഒരുമിച്ച് ഒരുപോലെ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. അങ്ങയുടെ മക്കൾക്കെല്ലാം ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാത്താന്യ തന്ത്രങ്ങളെ, ശക്തികളെ, സകലത്തെയും യേശുവിൻ്റെ തിരുനാമത്തെ ഞങ്ങൾ ബൈൻഡ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൽ അവയെല്ലാം ക്യാൻസലായി പോകട്ടെ. കൃപയ്ക്കകത്ത് പൊതിയണം. മഹത്വം ദൈവം എടുക്കണം. യേശുവിൻ നാമത്തെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്വർഗീയ സുരക്ഷ എന്ന് പറയുന്ന ഒരു അതിമഹത്തായ വിഷയമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെപ്തിലോട്ട് കയറി വരുമ്പോഴേ ഇതിനെത്ര പ്രാധാന്യതയുണ്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി അറിയത്തുള്ളൂ. 2000 ഒരു 14 വർഷം അല്ലെങ്കിൽ 13 വർഷം, 14 വർഷങ്ങൾക്ക് പുറകിൽ, അതിനു മുമ്പ് തൊട്ട് തന്നെ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ നടക്കുകയും അത് നിമിത്തം ഞാൻ ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചത് നിമിത്തം കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. 13-14 വർഷങ്ങൾക്ക് പുറകെ തൊട്ട് ദൈവത്തിൻ്റെ കാവലിലല്ലാതെ ഒരു വ്യക്തിക്ക് ശുശ്രൂഷയിലോ ജീവിതത്തിലോ കുടുംബത്തിലോ വളരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര വലിയ വാഗ്ദത്തം ഉണ്ടെങ്കിലും, എത്ര വലിയ അഭിഷേകം ഉണ്ടെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ ബൈബിളിലുള്ളവരെല്ലാം, അഭിഷേകമുള്ളവരെല്ലാം കാവലിലായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. എത്ര വലിയ അഭിഷേകം ഉണ്ടെങ്കിലും, എത്ര വലിയ ശുശ്രൂഷ ഉണ്ടെങ്കിലും, നമ്മുടെ ലൈഫിലെല്ലാം ദൈവം നമുക്ക് കാവലായി തീരണം. ദൈവം നമ്മളെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. അത് ദൈവസഭയ്ക്കകത്താകട്ടെ. ഒരു സഭ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ വേണം. ഒരു വ്യക്തി വളരണമെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ വേണം. നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ വേണം. നിങ്ങളുടെ തലമുറകൾ, ജീവിതം, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ എന്ത് അനുഭവമാകട്ടെ, അതുപോലെ ഹൈലി ഇമ്പോർട്ടൻ്റാണ്. പല സഭകളും തകർന്നു പോകാനുള്ളതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സുരക്ഷയ്ക്കകത്ത്, വേലിക്കകത്ത് അല്ലെങ്കിൽ വിള്ളലുകൾ സംഭവിച്ചതാണ്.
പലപ്പോഴും വിള്ളലുകൾ സംഭവിച്ചു. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിലെടുത്ത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് നോക്കിക്കൂ. എവിടെയെങ്കിലും ഒരു കുടുംബം തകരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിന് ചുറ്റുമുള്ള വേലി തകർന്നുപോയി. ചില കുടുംബജീവിതത്തിനെതിരെ ആയിരിക്കാം, ആരോഗ്യത്തിനെതിരെ ആയിരിക്കാം, സമ്പത്തിനെതിരെ ആയിരിക്കാം. എവിടെയെങ്കിലും തകരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന, ഈ ഭൂമിയിൽ കൂടെ ജീവിക്കാൻ ദൈവം കൊടുത്തിരുന്ന ദൈവത്തിൻ്റെ സുരക്ഷയ്ക്കകത്ത് വീഴ്ച പറ്റി. അതുകൊണ്ട് സാത്താൻ കയറി അറ്റാക്ക് ചെയ്യുന്നത്. എപ്പോൾ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നഷ്ടമാകുമോ അന്നേരമാണ് ഫിസിക്കൽ അറ്റാക്ക് വരുന്നത്. ഈ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ, മുമ്പിലോട്ട് വരുമ്പോൾ നമുക്കത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. എപ്പോൾ സ്പിരിച്വൽ കാവൽ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമോ ആ സമയത്താണ് ഫിസിക്കൽ അറ്റാക്ക് വരുന്നത്. അപ്പം ഇതൊരു ആഴമേറിയ വിഷയമാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളിൽ തൊട്ട് ഇന്ന് രാത്രി തൊട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ പറഞ്ഞു ഇതൊരു ഡെലിവറൻസിൻ്റെ സെക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ അതേ ഒരു സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരുന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മാക്സിമം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, വീഡിയോകളൊക്കെ ഓൺ ചെയ്ത് നിങ്ങളൊരു ബുക്കൊക്കെ എടുത്ത്, ബുക്കും പേനായും ഒക്കെ എടുത്ത് എഴുതിയെടുക്കുക. കാരണം ദൈവമക്കൾ ഇത് ദൈവവചനം പഠിക്കണം. ഇതൊരു കേൾക്കുകയല്ല, സത്യം അറിയണം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇപ്പം ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ കുടുംബങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് തുടങ്ങാം. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഷയം എന്തും കൊണ്ടാണ് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇത്രയും പ്രാധാന്യത ബൈബിൾ കൊടുത്തിരിക്കുന്നത്? ബൈബിൾ ഒത്തിരി പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ഒത്തിരി പ്രാധാന്യത. ഞാൻ എത്ര പ്രാധാന്യത ഉണ്ടെന്നുള്ളത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം വരെ, ഉൽപ്പത്തി തൊട്ട്, സൃഷ്ടിയുടെ തുടക്കം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ കാണിക്കാം. പക്ഷെ നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രം തൊട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് കിടപ്പുണ്ട്, വെളിപ്പാട് പുസ്തകം വരെ. നിങ്ങൾക്കിത് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഏകദേശം 150 സങ്കീർത്തനങ്ങളുണ്ട്. 150 സങ്കീർത്തനങ്ങൾ. അതിൽ 70-ലധികം സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയതാണ്. ഈ 150 സങ്കീർത്തനത്തിനകത്തും നിങ്ങൾ ഒറ്റ വാക്ക് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാമോ? കാവലില്ലാത്ത, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവലിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു സങ്കീർത്തനം നിങ്ങൾ കാണിച്ചതാ. 150 സങ്കീർത്തനത്തിനകത്ത് ഒരു സങ്കീർത്തനം കാവലിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു സങ്കീർത്തനം കാണിച്ചതാ. എല്ലാ സങ്കീർത്തനത്തിലും വാക്കുകൾ പറഞ്ഞേക്കുന്നത് എൻ്റെ ശൈലം, കോട്ട, ഗോപുരം, മറവിടം, പാറ, വെളിച്ചം, ശരണം, തൂവൽ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ്. ദാവീദ് പോലും, അഭിഷക്തനായ ദാവീദ് രാജാവ് പോലും ദൈവത്തിൻ്റെ സുരക്ഷയ്ക്കകത്ത് മറഞ്ഞു. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സുരക്ഷയ്ക്ക്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് പഠിക്കാം. 2, അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ സുരക്ഷ മനസ്സിലാക്കണം. നിങ്ങളുടെ മീതെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം കേട്ടോ. അടുത്തത്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണോ? ശുശ്രൂഷയിലായിരിക്കാം, ജീവിതത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, ഏത് മേഖലകളിലായിരിക്കാം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണോ? നിങ്ങൾ സുരക്ഷ അറിയണം. ദൈവത്തിൻ്റെ സുരക്ഷയ്ക്കകത്ത് മറയണം, സുരക്ഷയെക്കുറിച്ച് അറിയണം. അടുത്തത്, എന്തുകൊണ്ടാണ് സുരക്ഷയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യത? നിങ്ങൾ എവിടെ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. ഞാൻ ആ വേർഡൊന്ന് പറയട്ടെ. നിങ്ങൾ എവിടെ വസിക്കുന്നു? എവിടെ വസിക്കുന്നു? എവിടെ വസിക്കുന്നു എന്നുള്ള വേർഡിൻ്റെ അർത്ഥം, ഈ ലോകത്തെക്കുറിച്ചും നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും ബൈബിൾ എന്തോ പറയുന്നത്? ഈ ബൈബിൾ പറയുന്നു, ഭൂമിയും അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, അല്ലേ? കള്ളനുള്ള ഭൂമിയിൽ, വഞ്ചകനുള്ള ഭൂമിയിൽ, ചതിയനുള്ള ഭൂമിയിൽ, മഹാസർപ്പമുള്ള ഭൂമിയിൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സാത്താനുള്ള ഭൂമിയിൽ. ഞാൻ ദൈവവചനത്തിൻ്റെ അകത്ത് പിശാചിനെക്കുറിച്ച്, സാത്താനെക്കുറിച്ച് സംബോധന ചെയ്തേക്കുന്ന ചില വാക്കുകൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചെയ്തു വച്ചിട്ടുണ്ട്. അനേക വാക്കുകൾ
ഞാൻ ആ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കൂ, അല്ലെങ്കിൽ ഒന്ന് എടുത്തു തരട്ടെ. എത്ര വാക്കുകളാണ് സാത്താനെക്കുറിച്ച് ബൈബിൾ സംബോധന ചെയ്തിരിക്കുന്നതെന്നുള്ളത്. നോ യുവർ എനിമി, എത്രയധികം വാക്കുകളാണ് സാത്താനെക്കുറിച്ച്. നോക്കിയേ, ഡ്രാഗൺ, സെർപ്പൻറ്റ് എന്ന് പറയുന്നൊരു വേർഡ് ഞാൻ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പം നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ. നോക്കിയേ, ഡ്രാഗൺ, എത്ര 16 കൂട്ടം വാക്കുകൾ ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഡ്രാഗൺ, സർപ്പൻറ്റ്, ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് വെളിപ്പാട് പുസ്തകം 12 വരെ കിടപ്പുണ്ട്. ഡിസീവർ, വഞ്ചകൻ. മർഡറർ, കൊലപാതകൻ. ഫാദർ ഓഫ് ഓൾ ലൈസ്, കള്ളത്തരത്തിൻ്റെ പിതാവ്, അല്ലേ? കണ്ണിങ് ലയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കുറിച്ച് എന്തോ പറയുന്നത്, വിക്കഡ് ആള്, കണ്ണിങ് ലയർ. മനസ്സിലായി കാണും ആ വേർഡിൻ്റെ മലയാളം എന്തോന്ന് എനിക്കറിയത്തില്ല. കണ്ണിങ് ലയർ. തീഫ്, കള്ളൻ. ബിഗിനർ ഓഫ് ഓൾ സിൻസ്, പാപത്തിൻ്റെ തുടക്കക്കാരൻ. ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകൻ. ടെംഡർ, പരീക്ഷകൻ. ഈവിൽ, എന്തുവാ, പാപത്തിൻ്റെയും പൈശാചിക ശക്തികളുടെ പിശാച്. പ്രിൻസ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ പ്രഭു. റൂളർ ഓഫ് ദ ഡാർക്ക് വേൾഡ്, അന്ധകാര ലോകത്തിൻ്റെ പ്രഭു. എനിമി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശത്രു. ഏഞ്ചൽ ഓഫ് ലൈറ്റ്, ഈസ് എ ലൈക്ക് എ ഏഞ്ചൽ ഓഫ് ലൈറ്റ് എന്ന, വെളിച്ച ദൂതനെ പോലെയുള്ളവൻ, വേഷം ധരിച്ചവൻ. റോറിംഗ് ലയൺ, അലറുന്ന സിംഹം എന്ന പോലെ ഉള്ളവൻ. ഡീക്കൻസിനെ തെറ്റിക്കാൻ നടക്കുന്നവൻ, അല്ലേ? ഡിസീവറായിട്ട് ഡീക്കൻസിനെ തെറ്റിക്കാൻ എന്ന് വെച്ചാൽ വല്ല വിധേനയും വൃതന്മാരെ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നവൻ. അടുത്തത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു വേർഡാണ് അക്യൂസർ. അപവാദി. ഇത്രയും വേർഡുകളാണ് ബൈബിളിൽ സാത്താനെ കുറിച്ച് സംബോധന ചെയ്തേക്കുന്നത്. ഈ വഞ്ചകനുള്ള, ഈ ചതിയനുള്ള, ഇവന്റെ അകത്ത് ഭൂമിയിൽ നമ്മൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാവല് ആവശ്യമുണ്ടോ? ഈ ഇത്രയുമുള്ള ഭൂമിയിൽ, വഞ്ചകനുള്ള ഭൂമിയിൽ, ചതിയനുള്ള ഭൂമിയിൽ, എങ്ങനെയെങ്കിലും മനുഷ്യനെ വഞ്ചിക്കാനും ചതിക്കാനും നടക്കുന്ന ഈ കള്ളനുള്ള ഭൂമിയിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ദൈവം തന്നേക്കുന്ന വാഗ്ദത്തം അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ പിശാച് വരുന്നത് പല രീതികളിലാണ്. അപ്പം അണ്ടർസ്റ്റാൻഡ് വേർഡ് യു ഡോൾ, നീ എവിടെ വസിക്കുന്നു എന്ന് അറിയണം. നിന്റെ എനിമി ആരാന്നറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇതെല്ലാം പഠിപ്പിക്കുക. ഞാൻ ഈ ഒരു സ്ലൈഡ് അങ്ങ് സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് ദൈവവചനം പഠിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ഒരാൾക്കുള്ള ഒരു ക്ലാസ്സുകളുമായിട്ടും ബന്ധപ്പെട്ട് ചെയ്തേക്കുന്ന ദൈവവചനം 8 രീതികളിൽ ദൈവവചനം പഠിക്കാം, അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഞാൻ കർത്താവ് അനുവദിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും പറയാനേ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നേരെ ദൈവത്തിൻ്റെ കാവൽ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കയറാൻ വേണ്ടി പോവാം. ദൈവത്തിൻ്റെ കാവൽ. അതിന് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഓ ഗോഡ്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഓക്കെ, നമ്മൾ ഈ വാക്കൊന്ന് ചിന്തിച്ചു വരണമെങ്കിൽ അനേക കാര്യങ്ങൾ നമ്മൾ കുറേ ചരിത്രങ്ങളൊക്കെ ചിന്തിച്ച് പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അല്പം കൂടെ ഡെപ്തിൽ ആ ദൈവവചനം മനസ്സിലാകണമെങ്കിൽ ഞാൻ പുറകിലത്തെ സ്ലൈഡും കൂടെ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വരണം. കാരണം ഞാൻ ഈ ഇത്രയും ആംഗിളിൽ 8 ആംഗിളും പല സമയത്തും നിങ്ങളോട് തൊടും. അപ്പോൾ നിങ്ങൾക്കത് വചനം മനസ്സിലാകണമെങ്കിൽ
ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടം തൊട്ട് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് പുറകിൽ നിന്ന് ചിന്തിച്ചിട്ട് പോവാം. ദൈവവചനം നിങ്ങൾക്ക്, ദൈവവചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്താണ്. പ്രത്യേകിച്ച് എബ്രായർ ലാംഗ്വേജ്, അത് ഡിവൈൻ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ദൈവം ഏദൻ തോട്ടത്തിൽ സംസാരിച്ച ഭാഷ എബ്രായ ഭാഷയാണ്. ദൈവം അവർക്ക് കൊടുത്ത ഭാഷ എബ്രായ ഭാഷയാണ്. അപ്പം ഭയങ്കര റിച്ചാണ്. എബ്രായ ഭാഷയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ദൈവവചനം എഴുതിയത്. നിങ്ങൾക്കറിയാം, എബ്രായ ഭാഷയിലും പുതിയ നിയമം എഴുതിയത് ഗ്രീക്കിലുമാണ്. ഇതിനകത്ത് അല്പഭാഗങ്ങൾ മാത്രം അരാമിക്കുണ്ട്. പക്ഷേ എബ്രായ, ഗ്രീക്ക് ഭാഷകളിലാണ് ദൈവവചനം എഴുതിയത്. ദൈവവചനം ഭയങ്കര സ്രോതസ്സാണ്. എന്ത് കാര്യങ്ങളുടെയും സ്രോതസ്സാണ് ദൈവവചനം. ഇപ്പം സ്പിരിച്വലി ദൈവവചനം പഠിക്കാം. 8 രീതികളിൽ ദൈവവചനം പഠിക്കാം. ഒന്നാമത്, ദൈവവചനം ആത്മീകമായി പഠിക്കാം. ദൈവവചനം ഭയങ്കര സ്പിരിച്വൽ മിസ്റ്ററി നമുക്ക് ഓപ്പൺ ആക്കി തരുന്നതാണ്. ഭയങ്കര സ്പിരിച്വൽ മിസ്റ്ററി. ഞാൻ ഇന്ന് അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയോ, ഭൂമിയിലുള്ള എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൻ്റെ എല്ലാം ട്രൂത്ത് ദൈവവചനമായിരിക്കും. അപ്പം സ്പിരിച്വലി ദൈവവചനം പഠിക്കാം. സ്പിരിച്വലി. 2, ജീനിയോളജിക്കലി ദൈവവചനം പഠിക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ അബ്രഹാമിൻ്റെ ചരിത്രത്തിനകത്തൂടെ ജീനിയോളജി പറയണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഞാൻ പറയുന്നത്. ജീനിയോളജിക്കലി ദൈവവചനം പഠിക്കാം. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ജീനിയോളജി. ദൈവവചനം അതിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കുന്നു. 3-മത്തേത്, ജിയോഗ്രാഫിക്കലി ദൈവവചനം പഠിക്കാം. ഭൂമിശാസ്ത്രപരമായിട്ട് ദൈവവചനം പഠിക്കാം. ഇപ്പം നമ്മൾ അബ്രഹാമിൻ്റെ കാര്യത്തിനകത്ത് ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കും. ജീനിയോളജി ചിന്തിക്കും, ജിയോഗ്രാഫിയും ചിന്തിക്കും. അടുത്തത്, സയൻറ്റിഫിക്കലി ദൈവവചനം പഠിക്കാം. സയൻറ്റിഫിക്കലി. കാരണം എബ്രായരുടെ കലണ്ടർ, ലെറ്റർ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളിൽ കൂടെ ഭയങ്കര സയൻറ്റിഫിക്കൽ മിസ്റ്ററി അവിടുന്ന് ഓപ്പൺ ആക്കി കിട്ടും. സയൻറ്റിഫിക്കലി ദൈവവചനം പഠിക്കാം. 5-മത്തേത്, പ്രോഫറ്റിക്കലി ദൈവവചനം പഠിക്കാം. കാരണം ഉൽപ്പത്തി പുസ്തകം തൊട്ട് മലാഖി വരെ യേശു കർത്താവിനെ വരച്ചു കാട്ടിയേക്കുക, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞേക്കാം. അപ്പം അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മൂടുപടം മാറണം. പഴയ നിയമം വായിക്കുമ്പം മൂടുപടം കിടക്കുന്നിടത്തോളം കാലം നമ്മൾ മോശയും ഏലിയാവിനെയും ദാവീദിനെയും ഗോലിയാത്തിനെയും കാണത്തുള്ളൂ. പക്ഷെ മൂടുപടം മാറിയാൽ നമുക്ക് യേശുവിനെ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തികളെ മാത്രം കാണാം. അപ്പോൾ പ്രോഫറ്റിക്കലി ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം അല്ല മലാഖി വരെയും യേശു കർത്താവിനെ കുറിച്ചാണ്. അല്ല, എൻ്റെ പ്രോഫറ്റിക്കലി ദൈവവചനം പഠിക്കാൻ വേണ്ടി പറ്റും. യേശു കർത്താവ് മശിഹായെക്കുറിച്ച്. 6-മത്തേത്, കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. പല കൾച്ചറുകളിലും ബാക്ക്ഗ്രൗണ്ടും കൂടെ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ ചരിത്രങ്ങൾ പലതും അറിയണമെങ്കിൽ പല കൾച്ചറും ബാക്ക്ഗ്രൗണ്ട്സും അറിയണം. കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്സും കൂടെ അറിയണം ബൈബിൾ പഠിക്കണമെങ്കിൽ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ബൈബിളിൽ പല കൾച്ചറുകൾ, ഈജിപ്ഷ്യൻ കൾച്ചർ പറഞ്ഞിട്ടുണ്ട്, മെസപ്പത്തോമിയൻ കൾച്ചറുണ്ട്, ബാബിലോണിയൻ കൾച്ചറുണ്ട്, അസീറിയൻ കൾച്ചറുണ്ട്, മേദിയ പേർഷ്യ രാജ്യത്തിൻ്റെ കൾച്ചറുണ്ട്. ഇങ്ങനെ പല കൾച്ചർ, എബ്രായ കൾച്ചറുണ്ട്, ഗ്രീക്ക് കൾച്ചറുണ്ട്. ഇങ്ങനെ പല കൾച്ചറുകളിൽ കൂടെ ഇസ്രായേൽ മക്കൾ കയറി ഇറങ്ങി പോയവരായതുകൊണ്ട് ആ കൾച്ചറും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് 7-മത്തെ, ഹിസ്റ്റോറിക്കലി ദൈവവചനം പഠിക്കാം. ഹിസ്റ്റോറിക്കലി. ഇന്ന് ആ ഭാഗവും കൂടെ ഒക്കെ നമുക്ക് തൊടാം. 8-മത്തെ, ന്യൂമറിക്കലി. അതും കൂടെ തൊടണം. ന്യൂമറിക്കലി ദൈവവചനം പഠിക്കണം. കാരണം ബൈബിളിൽ ചില നമ്പറുകൾ പറഞ്ഞേക്കുന്നതിനകത്ത് അതിന് ഭയങ്കര പ്രാധാന്യതയുള്ളതാണ്. നമ്മുടെ കൾച്ചറിൽ കൂടെ, നമ്മുടെ രീതികളിൽ കൂടെ നമ്മളത് മനസ്സിലാക്കത്തില്ല. പക്ഷേ ബൈബിൾ എഴുതിയേക്കുന്ന ലാംഗ്വേജിൽ ന്യൂമറിക്കിന് അതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചുകൊണ്ടാണ് ബൈബിൾ, അത് മനസ്സിലാക്കി വേണം ബൈബിൾ പഠിക്കാൻ. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കാനുള്ളവർക്കൊക്കെയുള്ള ഇതൊരു ആഴമേറിയ കാര്യമാണ്. ഇതൊക്കെ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ മിനിമം 1 മണിക്കൂർ വീതം എടുക്കും. അതുപോലെ ഡെപ്താണ്, അതുപോലെ ആഴമുള്ള കാര്യം. ഓക്കെ, നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രം തൊട്ട് തുടങ്ങുക. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ
പ്രതിഫലവുമാകുന്നു. നിങ്ങൾ ആ വേർഡ് കണ്ടോ? ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഒന്നാമത് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയ. എന്തിനാ അങ്ങനെ പറയുന്നത്? ആ വേർഡിലോട്ടൊക്കെ ഞാൻ വരിക. ഇവിടെ പറയുന്നത് അതിമഹത്തായ പ്രതിഫലത്തിന് വേണ്ടി അബ്രഹാമിനെ ദൈവം വിളിച്ചത്. അതിമഹത്തായ പ്രതിഫലത്തിന് വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ അബ്രഹാമിനോട് പറയുക, നീ അതിമഹത്തായ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തായി തീരണം? ഞാൻ നിന്റെ പരിചയായി തീരണം. നിന്റെ പരിചയായി തീരാതെ നിനക്ക് അതിമഹത്തായ പ്രതിഫലം പ്രാപിക്കാൻ പറ്റുകയില്ല. ഞാൻ നിന്റെ അതിമഹത്തായ ഞാൻ നിന്റെ പരിചയായി തീരണം. പരിച. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി തരണമെങ്കിൽ അബ്രഹാമിനെ വിളിച്ച സ്ഥലവും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ടാണ് ദൈവം വിളിക്കുന്നത്. ഉൽപ്പത്തി 12-ാം അധ്യായം തൊട്ട്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്, ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നത് വേർഡുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന്. അവിടെ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. കൽദയ പട്ടണമായ ഊരിൽ നിന്ന്. കനാൻ ദേശം, കൽദയ പട്ടണമായ ഊര്, ഇങ്ങനെയൊക്കെയുള്ള പല വേർഡുകൾ നിങ്ങൾക്ക് കാണാം അബ്രഹാമിനെ വിളിച്ചത്. അപ്പം മെസ്സപ്പത്തോമിയ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ കാണാം. ഈ കൽദയ പട്ടണമായ ഊര് എവിടെയാണ്? അല്ലെങ്കിൽ മെസ്സപ്പത്തോമിയ എവിടെയാണ്? അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്ന അരാം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ പറഞ്ഞേക്കുന്നു. ഇതൊക്കെ എവിടെയാണ് ഉള്ളത്? ഇതാദ്യമേ മനസ്സിലാക്കണം. ഈ സ്ഥലങ്ങളെല്ലാം കൂടെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഷീനാർ. ഷീനാർ നിങ്ങൾ എഴുതി വെച്ചു. ഷീനാർ. ഷീനാർ. ഷീനാറിന് ഭയങ്കര ഒരു ചരിത്രമുണ്ട്. ഷീനാറിന് ഭയങ്കര ഒരു ചരിത്രമുണ്ട്. എന്തോ ഷീനാറിൻ്റെ ചരിത്രം? ഷീനാറിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമി മൊത്തം നിങ്ങൾ വാഴുവാൻ പറഞ്ഞു. ഭൂമിയിലെ ആകാശത്തിൻ്റെ മീതെ, ഭൂമിയിലുള്ള ചരിക്കുന്ന ചരാചരങ്ങളുടെ മീതെ, സമുദ്രത്തിൽ കൂടെയുള്ള മത്സ്യങ്ങളുടെ മീതെ, സകലത്തിൻ്റെ മീതെ ഭൂമി മൊത്തം നിങ്ങൾ വാണോളാൻ പറഞ്ഞു. ഭൂമി മൊത്തം നിങ്ങൾ നിറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ്റെ അകത്ത് എന്തോ പറ്റിയെന്നറിയാം? അവനെ വീഴ്ത്തിക്കളഞ്ഞു. അനുസരണക്കേടിൽ സാത്താൻ വീഴ്ത്തി. അങ്ങനെ ഒന്നാം മനുഷ്യൻ തകർന്നു. ഏഴാമനായ ജീനിയോളജിക്കലി ഏഴാമനായിരുന്നു ഹാനോക്ക്. ആദാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ഏഴാമനായിരുന്നു ഹാനോക്ക്. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അത് കഴിഞ്ഞ് 10-ാമൻ വരുമ്പോഴത്തേക്കിന്, 10-ാമൻ എന്ന് പറയുന്നത് നോഹയാണ്. അപ്പം 1-ാമൻ ആദാമും ഹവ്വായും, 7-ാമൻ ഹാനോക്ക്, 10-ാമൻ നോഹ. നോഹയുടെ കാലം വന്നപ്പോഴത്തേന് ഭൂമി മൊത്തം പാപം കൊണ്ട് നിറഞ്ഞു. ദൈവം നോഹയുടെ കാലത്ത് നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള സകല ജീവജാലങ്ങളെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എല്ലാത്തിനും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അത് 10-ാമത്തെ തലമുറയിൽ നടന്ന കാര്യമാണ്. 10-ാമത്തെ തലമുറ, ആദാം തൊട്ട് 10-ാം തലമുറ. അത് കഴിഞ്ഞിട്ട് നോഹയെ അനുഗ്രഹിച്ചു ദൈവം. നോഹയെ അനുഗ്രഹിച്ചിട്ട് ദൈവം ആദാമിന് കൊടുത്തു. അതേ സെയിം അനുഗ്രഹം നോഹയ്ക്ക് കൊടുത്തു. പക്ഷെ നോഹയ്ക്ക് നിലനിൽക്കാൻ പറ്റിയില്ല. നോഹയുടെ തലമുറയ്ക്കും നിലനിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നു. നോഹ കഴിഞ്ഞു. നോഹ 10-ാമനാ. 13-ാമൻ വന്നപ്പോഴത്തേക്കിന് അവൻ ദൈവത്തോട് റിബല്ലായിപ്പോയി. 13-ാമൻ്റെ പേരായിരുന്നു നിമ്രോദ്. 13-ാമൻ്റെ പേരായിരുന്നു നിമ്രോദ്. നിമ്രോദ് ദൈവത്തിനെതിരെ തിരിഞ്ഞു. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയൊക്കെയും പോയി നിറഞ്ഞോ, ഭൂമി നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ ഈ നിമ്രോദ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇനി എങ്ങോട്ടും പോണ്ട, ഒരു സമഭൂമി കണ്ടു. എവിടെ സമഭൂമി കണ്ടേ? ഷീനാറിൽ കേട്ടോ. ഷീനാറിലൊരു സമഭൂമി കണ്ടു. അവിടെ അവൻ പറഞ്ഞു, നിങ്ങൾ ഇനി എങ്ങോട്ടും പോകണ്ട, നമ്മളെല്ലാം ഒരേ ഭാഷയാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെക്കുറിച്ച് പറയുന്ന ഇവനായിരുന്നു ആദ്യത്തെ നായാട്ടു വീരൻ എന്നൊക്കെ പറയുന്നത് വേർഡ്. അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാമെങ്കിൽ ഇവൻ ദൈവത്തിനെതിരെ എൻ്റെ രീതികളിൽ റിബൽ ചെയ്ത
പൈശാചിക ശക്തികൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു ഈ നിമ്രോദ് എന്ന് പറഞ്ഞ വ്യക്തി. ഇവനിൽ കൂടെ പിശാച് മനുഷ്യനെ പിടിക്കാനുള്ള കളം മൊത്തം ഒരുക്കി. ഇന്നും ആ പിടുത്തത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഇന്നും നടക്കുന്നത്. നിമ്രോദിൽ കൂടെ സംഭവിച്ചതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇന്നും ഭൂമിയിൽ എല്ലാം നടക്കുന്നത്. അങ്ങനെ നിമ്രോദ് പറഞ്ഞു, എങ്ങും പോകണ്ട, ഇനി ഭൂമി മൊത്തം ചിതറി പോകണ്ട, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ അങ്ങ് താമസിക്കാം. നമുക്കിവിടെ ഒരു ആകാശം മുട്ട ഒരു ഗോപുരം പണിയാം. ആകാശം മുട്ട ഒരു ഗോപുരം. എന്തിനായി പുള്ളി പറഞ്ഞെന്നുള്ള ചരിത്രം കേൾക്കണോ? ആകാശം മുട്ട ഒരു ഗോപുരം പണിയാം. നമുക്ക് പശമണ്ണും ഇഷ്ടിയ ഉപയോഗിച്ചൊരു ഗോപുരം പണിയാം. എന്തിനാ ഗോപുരം പണിയാൻ നോക്കിയെന്നറിയാമോ? നോക്കിയത് എന്തിനാ? ഇനിയും നമ്മുടെ പിതാക്കന്മാരെ 2-3 പിതാക്കന്മാരുടെ പുറകിൽ മഴ പെയ്ച്ച് ഈ ദൈവം നമ്മുടെ പിതാക്കന്മാരെ എല്ലാം മുക്കിക്കൊന്നു കളഞ്ഞു. ഇനി മേലിൽ ആ ദൈവം മഴ പെയ്ച്ചോ വെള്ളം പൊക്കിയോ മുക്കിക്കൊല്ലാൻ പറ്റാത്തതുപോലെ മഴ വരുന്ന മഴമേഘങ്ങളുടെ മീതെ വരെ ഒരു കോട്ട പണിയുക. അതാണ് ആകാശം മുട്ട എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇത് ഏത് കാലത്താണ് പറയുന്നത്? BC 3500. അന്ന് സ്റ്റീലിൽ ഇരുമ്പില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ക്രെയിൻ ഇല്ല, അല്ലെങ്കിൽ JCB ഇല്ല. ഇന്നത്തെ കാലത്തുള്ളതുപോലെ യാതൊരു ടെക്നോളജി ഇല്ല, സിമെൻ്റ് ഇല്ല. ഇതൊന്നുമില്ലാതെ ഇവൻ പണിയാൻ ഉദ്ദേശിക്കുന്ന കോട്ട ഇവിടെ വരെ ആകാശം മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴമേഘങ്ങൾക്ക് മീതെ വരെ. മഴമേഘങ്ങൾ ഉള്ളത് 2-4 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് 2-4 കിലോമീറ്റർ ഉയരത്തിലാണ് മഴമേഘമുള്ളത്. അപ്പോൾ ഇവൻ മിനിമം ഒന്ന് പണിയണമെങ്കിൽ മിനിമം 4 കിലോമീറ്റർ ഉയരത്തിൽ ഇവൻ പോകണമെന്ന് വെച്ചു. 4 കിലോമീറ്റർ ഉയരത്തിൽ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ടെക്നോളജിയും ഇല്ലാത്ത ഇവൻ്റെ ഹൃദയത്തിൽ ഇവൻ ആര് സഹായം കൊടുത്തു കാണും? ഇവന് വീണുപോയ പൈശാചിക ദൂതന്മാർ ഇവന് സഹായം കൊടുത്തു കാണും. ഇവൻ്റെ പണി തുടങ്ങി. ദൈവം ഇറങ്ങി വന്നു. ഇവൻ്റെ പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. ഇവൻ അതുപോലെ ഉയരത്തിൽ പണിതു. പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. കാരണം ഇവൻ ദൈവത്തിനെതിരെ റിബൽ ചെയ്യായിരുന്നു. ഇന്ന് എല്ലാ ടെക്നോളജിയും സ്റ്റീലും എല്ലാം വെച്ച് പണിതിട്ട് ഇന്നുള്ള ബിൽഡിങ്ങിൻ്റെ ഉയരം 1 കിലോമീറ്ററിന് താഴെയാണ്. UAE ബുർജ് ഖലീഫ. അതാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ ബിൽഡിംഗ്, ഉയരമുള്ള ബിൽഡിംഗ്. അതിന് 900 മീറ്റർ ഉയരമേ ഉള്ളൂ. 900 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ താഴെ. ഇവൻ BC 3500 പണിയാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ ഹൈറ്റ് എത്ര? പ്ലാൻ ചെയ്തതിൻ്റെ ഹൈറ്റ് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഉയരത്തിൽ. അത്ര ഉയരത്തിൽ ഇവൻ പണിയാൻ വേണ്ടി ശ്രമിച്ചു. ഇവൻ പൈശാചിക ശക്തികളുടെ സഹായത്തോടുകൂടെ ഇവൻ ദൈവത്തിനെതിരെ റിബല്ലിയായിരുന്നു. കാരണം മഴ പെയ്ത് നമ്മുടെ പിതാക്കന്മാരെ ദൈവം നീ കൊന്നുകളഞ്ഞതുപോലെ ഇനി മഴ പെയ്താലും വെള്ളം പൊക്കിയാലും നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ ഇനി നശിപ്പിക്കൽ എന്ന് പറഞ്ഞ് പൈശാചിക ശക്തികളുടെ അതിനുവേണ്ടി വിട്ടുകൊടുത്ത ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. നോഹയുടെ കാലത്തും ഉണ്ടായിരുന്നു, പക്ഷെ നോഹയുടെ കാലത്തിന് ശേഷം വിട്ടുകൊടുത്ത ഇവൻ്റെ പണി നോക്കാൻ ദൈവം ഇറങ്ങി വരികയും ഭാഷ കലക്കി കളയുകയും ചെയ്തു. ഇവൻ്റെ പണി നിന്നുപോയി. അവിടെ നിന്നുകൊണ്ടാണ് ഭൂമിയിലൊക്കെയും ഭാഷകൾ ചിതറുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ജാതികൾ ചിതറുന്നത്. ഇനി നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ കാണാം, ഇവിടെ നിന്നുകൊണ്ട് പിന്നീട് ഇവൻ നിമ്രോദും അവൻ്റെ വൈഫ് ഹമീറ ബീവി, മിസ് അങ്ങനെ പറയുന്ന ഒരു ലേഡിയും കൂടെ ചേർന്ന് അവർ രണ്ടുപേരും ദൈവങ്ങളാകുകയും അതാണ് പിന്നീട് തമ്മൂസും അല്ലെങ്കിൽ പിന്നീട് അശേരയും ബാലും എന്നൊക്കെ പറഞ്ഞ് പേര് മാറി പലതും ആയത്. ലോകം മൊത്തം പൈശാചിക ശക്തികൾ എല്ലാ കോണ്ടിനെന്റിലേക്കും പോകാനുള്ള കാരണം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്, ഈ സ്ഥലമാണ്, ഈ ഷീനാറാണ്. ഈ ഷീനാറിനകത്ത് ഇവൻ്റെ കോട്ട പണിയാൻ നോക്കിയിട്ട് നടന്നില്ല. ഇവൻ്റെ പദ്ധതികൾ, നിമ്രോദിൻ്റെ പദ്ധതികൾ നടന്നില്ല. ഇവന് പിന്നെയും പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസ് നിമിത്തം അവിടുത്തെ മണ്ണും കൊണ്ട് ഊമവിഗ്രഹങ്ങളെ മന്ത്രവാദങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ചെയ്യുന്ന കുടുംബത്തിലായിരുന്നു ആരുണ്ടായിരുന്നു അറിയാമോ? അബ്രഹാം ഉണ്ടായിരുന്നത്.
അബ്രഹാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ജിയോഗ്രാഫി പിടുത്തം കിട്ടിക്കാണും അല്ലേ? ജിയോഗ്രാഫി. ഈ സ്ഥലത്ത് ഈ മെസപ്പത്തോമിയ എന്ന് പറയുന്ന 2 നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വരുന്ന സ്ഥലമാണ് ഷിനാർ. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വരുന്ന സ്ഥലമാണ് ഷിനാർ. ഇറാഖ്, ഇറാന്, സിറിയ, ലെബനോൻ, ഇന്നത്തെ രാജ്യങ്ങളെല്ലാം അതിനകത്ത് വരും കേട്ടോ. ഈ സ്ഥലങ്ങൾ, ഷിനാർ വലിയൊരു സമഭൂമിയായിരുന്നു. അപ്പം ഇവിടെ ഈ പൈശാചിക ശക്തികളുടെ കേന്ദ്രം, ഭൂമി മൊത്തം പൈശാചിക ശക്തികൾ പോയ കേന്ദ്രമായിരുന്നു ഷിനാർ. ഇവിടെ ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന, തലമുറയായി ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു തേരഹ് ആദം കഴിഞ്ഞാൽ 19ാമത്തെ ജീനിയോളജി വരുന്നവനാണ്. 19ാമത്തെ ജീനിയോളജി. ഒരിക്കൽ കൂടെ, 1-ാമൻ ആദം, 7-ാമൻ ഹാനോക്ക്, 10-ാമൻ നോഹ, 13-ാമൻ നിമ്രോദ്, 19-ാമൻ തേരഹ്. കിട്ടിയോ നിങ്ങൾക്ക്? 1-ാമൻ ആരായിരുന്നു? 1-ാമൻ ആദാം. 7-ാമൻ ആരായിരുന്നു? ഹാനോക്ക്. 10-ാമൻ ആരായിരുന്നു? നോഹ. 13-ാമൻ ആരായിരുന്നു? നിമ്രോദ്. 19-ാമൻ ആരായിരുന്നു? തേരഹ്. ഇത്രയും പേര് 20ാമത്തെ തലമുറയിലുള്ളതാണ്. ആദം കഴിഞ്ഞ 20ാമത്തെ തലമുറയിലുള്ളതാണ്, ജീനിയോളജിക്കലി ഉള്ളതാണ് അബ്രഹാമും ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്തുവാ? ഇതേ സ്ഥലത്ത്, ഇതേ പശമണ്ണും കൊണ്ട് ഇതേ പൈശാചിക ശക്തികളെ, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പൈശാചിക ശക്തികളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയാണ് അബ്രഹാം ചെയ്തുകൊണ്ടിരുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക്, തേജോമനായ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ദൈവം അങ്ങോട്ട് ഇറങ്ങി വരികയും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയും ദൈവശബ്ദം കേട്ട് അബ്രഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഇറങ്ങി വരികയും ചെയ്തു. അന്നേരം ദൈവം അബ്രഹാമിനോട് കുറേ അനുഗ്രഹങ്ങളെ കൊടുത്തു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും, നിന്റെ പേർ ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനേക അനുഗ്രഹങ്ങളെ കൊടുത്തു. അത് കഴിഞ്ഞ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി വീണ്ടും പറയുക, അബ്രഹാമിനോട് ഇറങ്ങിത്തിരിക്കുന്ന അന്ന് തൊട്ട് ദൈവത്തിൻ്റെ കാവലുണ്ട്. പക്ഷെ വീണ്ടും ദൈവം ഉറപ്പിക്കുക, അബ്രഹാമേ, നമ്മളതാ വായിച്ച്, ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിച, എന്നിട്ട് പറയാ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാം ഇറങ്ങി വരുമ്പോൾ ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇത്രയും നാളും കുലദൈവങ്ങളായിട്ട് കുടുംബമായി സേവിച്ചുകൊണ്ടിരുന്ന, തലമുറയായി സേവിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിനകത്തുനിന്ന് ഈ അബ്രഹാം ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഇരുട്ടിൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവനാ. അവിടെ നിന്നുകൊണ്ട് അബ്രഹാം ഇറങ്ങി വരുമ്പം ഏതെങ്കിലും പിശാചുക്കൾ പറയുമോ, അബ്രഹാമേ, ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നീ ഇനി ഞങ്ങളെ വിട്ട് വെളിയിൽ പോവാ, എന്നാൽ നീ പോയി നന്നായി വാ എന്ന് പറഞ്ഞ് നല്ലൊരു സെൻഡ് ഓഫ് പാർട്ടി കൊടുത്ത് അവരാരെങ്കിലും വിട്ട് കാണുമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആരും വിട്ട് കാണത്തില്ല. ഒരു ദുഷ്ടശക്തിയും അബ്രഹാമിനെ നേരെ ചൊവ്വേ നന്നാകാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അല്ലേ? നരകശക്തികൾ മൊത്തം കൂടെ അന്ന് ഇളകിക്കാണും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെയാ നരകശക്തികൾ മൊത്തം കൂടെ ഇളകിയിട്ട് പറഞ്ഞു, ഇവനെയും, അബ്രഹാമുണ്ട്, അബ്രഹാമിൻ്റെ ഭാര്യ സാറായി ഉണ്ട്, സഹോദരപുത്രൻ ലോത്തുണ്ട്, അല്പ ആടുമാടുകളുണ്ട്, ഇതെല്ലാം കൂടെ വിട്ടിറങ്ങുക, എങ്ങനെങ്കിലും ഇവനെയോ ഇവൻ്റെ ഭാര്യയോ ഇവൻ്റെ കുടുംബത്തെയോ ഇവൻ്റെ ആടിനെയോ മൊത്തം നശിപ്പിക്കണം, ഇവനെ വാക്തത്വത്തിൽ എത്തിക്കരുത് എന്ന് പറഞ്ഞ് നരകശക്തികളെല്ലാം ആലോചന കൂട്ടി അവർ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുമ്പോഴും ദൈവം പറയുക, അബ്രഹാമേ, നിന്നെ അതിമഹത്തായ പ്രതിഫലത്തിലേക്കാണ് ഞാൻ വിളിച്ചത്, പക്ഷെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ നിന്റെ എന്താകണം? നിങ്ങൾ ആ വേർഡ് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഞാൻ നിന്റെ എന്താകണം? ഞാൻ നിന്റെ പരിചയാകണം. പരിച
ദൈവത്തിൻ്റെ കാവലിനെ കാണിക്കുന്നു. ഷീൽഡ്. അബ്രഹാമിന് ചുറ്റും അബ്രഹാമിൻ്റെ വൈഫ് ലോത്ത്, അല്ലെങ്കിൽ തൻ്റെ ആടുമാടുകൾ, അതിന് ചുറ്റും ദൈവം പരിചയമായിട്ട് ഇറങ്ങി വന്നു. പരിചയമായിട്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഇനി ആർക്കെങ്കിലും അബ്രഹാം എന്തിനെങ്കിലും തൊടണമെങ്കിൽ ആരെ തൊടണം? ദൈവത്തെ തൊടണം. പരിചയെ തൊടണം. ആ പരിചയക്കകത്ത് തന്നെ നിൽക്കണം. അബ്രഹാം നടന്നു പോകുന്ന സകല വഴികളിലും അബ്രഹാം സ്വന്തം ദേശം വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ദൈവം എന്തിനാ ദേശത്തെ വിടാൻ ഇപ്പം പറഞ്ഞെന്ന്? ആദ്യം ദൈവം പറഞ്ഞു എൻ്റെ ദേശത്തെ അങ്ങ് വിടാൻ. എന്തിനാ ദേശത്തെ വിടാൻ പറഞ്ഞേ? പൈശാചിക ശക്തികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ആ ദേശം. ദൈവം പറഞ്ഞു നീ ദേശത്തെ അങ്ങ് വിട്, നിന്റെ മണ്ണും വീടും നിന്റെ കുടുംബവും എല്ലാം അങ്ങ് വിടാൻ പറഞ്ഞു. നീ എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അബ്രഹാം അത് ചെയ്തു. അബ്രഹാം ഇറങ്ങി വരുമ്പം ഇത്രയും തൻ്റെ ഭാര്യ, സഹോദരപുത്രൻ, തൻ്റെ ആടുമാടുകൾ, അല്പസമ്പത്തുള്ളതിനുമായിട്ട് താൻ ഇറങ്ങി വരിക. നടന്നു പോകുമ്പം സ്വന്തം ദേശത്തോടല്ല പോകുന്നത്, പരദേശിയായിട്ടാണ് പോകുന്നത്. പരദേശിക്ക് കയ്യിലൊരു വടിയുണ്ട്, പരദേശിയുടെ ഒരു വടിയുണ്ട്. അതൊരു അടയാളമാണ്. ആട്ടിടയന്മാർക്കുള്ളതുപോലെയുള്ള മറ്റൊരു ടൈപ്പ് ഒരു വടിയുണ്ട്, പരദേശിക്ക് കയ്യിലൊരു വടിയുണ്ട്. ആ വടിയും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അറിയാം ഇവൻ ഈ ദേശക്കാരനല്ല. അപ്പോൾ സ്വന്തം ദേശം വിട്ടു മറ്റ് ദേശത്തൂടെ കയറി നടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, മറ്റ് ദേശത്തൂടെ പോകുമ്പം തൻ്റെ നന്മയെ, തൻ്റെ സമ്പത്തിനെ മോഷ്ടിച്ചെടുക്കാൻ ആർക്കെങ്കിലും തോന്നാതിരുന്ന് കാണുമോ? കാരണം ഇവൻ സ്വന്തം ദേശക്കാരനല്ല, ഈ രാജ്യക്കാരനല്ല, ഇവൻ പരദേശിയ. ഇവനെ കയറി ഒന്ന് ഉപദ്രവിക്കാം, ഇവൻ്റെ സമ്പത്തിനെ മോഷ്ടിക്കാം എന്ന് പല ശക്തികൾക്കും തോന്നിക്കാണാം. എന്താ പിന്നെ ആരും തൊടാഞ്ഞേ? എന്താ? നിന്റെ മീതെ ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഫിസിക്കലി ഉള്ള ശക്തികൾക്ക് പോലും നിന്നെ തൊടാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ ഒരു കാവലിനകത്താ നീ മറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുതാത്ത അന്യായ ശക്തികൾക്ക്, ഒരു ബാധയ്ക്കും ഒരു അന്യായ ശക്തികൾക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ദൈവം അതിനെ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ കേട്ടെ, അബ്രഹാം നടക്കാൻ തുടങ്ങി. അബ്രഹാം ഒരു സ്ഥലത്തെത്തി, ഗേരാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഗേരാറിലെത്തിയപ്പം ആ രാജ്യത്തോട് അങ്ങ് കടന്നു പോവുക. എത്തിയപ്പോൾ ആ രാജ്യത്തെ രാജാവായ അബീമലേക്കിന് ആരോ വാർത്ത കൊടുത്തു, അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു പരദേശി ഇതുവഴി പോകുന്നുണ്ട്, തൻ്റെ ഭാര്യ സുന്ദരിയ. ഈ അബീമലേക്ക് തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, അബ്രഹാമിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 20 എഴുതി വെച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ആരും ചോദിക്കാനും പറയാനില്ല. കാരണം ഈ പുള്ളി ഈ ദേശക്കാരനല്ല. ഇപ്പം സ്വന്തം ദേശക്കാരനല്ലാത്തതുകൊണ്ട് ഇവനെ ആർക്ക് വേണേലും തൊടാം, ഇവന് ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷെ തട്ടിക്കൊണ്ടുപോയി. നിങ്ങളൊന്ന് വായിച്ചേ, 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ, 3:7. എന്താ സംഭവിച്ചതെന്നുള്ളത് വായിച്ചേ. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. 7-ാം വാക്യം കൂടെ വായിച്ചു. 7-ാം വാക്യം. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. നിങ്ങൾ കണ്ടോ, അബ്രഹാം പരദേശിയ. അബ്രഹാമിന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോർത്ത. പക്ഷേ ആ കാണപ്പെടാത്ത പരിച കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഓ ഗാഡ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ കാണപ്പെടാത്ത അബ്രഹാമിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴും ഈ പരിച സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിച എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്നത് ദൈവത്തിൻ്റെ സുരക്ഷയാണ് ചിത്രീകരിക്കുന്നത്. ഈ പരിച കൊട്ടാരത്തിലോട്ടൊന്ന് ഇറങ്ങി, എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാഷയെ പറഞ്ഞ അബീമേലെക്കേ, അതൊരു പുരുഷന്റെ ഭാര്യ, നീ തൊട്ടുപോയേക്കല്ല, തൊട്ട
നീയും മരിക്കും, നിന്റെ പ്രജകളും മരിക്കും. മര്യാദയ്ക്ക് വിട്ടുകൊടുത്തോളാൻ പറഞ്ഞു. മര്യാദയ്ക്ക് വിട്ടുകൊടുത്തോളാൻ പറഞ്ഞു. അവൻ വിറച്ചു പോയെന്നാ ബൈബിൾ എഴുതിയേക്കുന്നത്. 8-ാം വാക്യം, അബീമലേക്ക് അതികാലത്ത് എഴുന്നേറ്റു, തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി കാര്യമൊക്കെ അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അവർ ഏറ്റവും ഭയപ്പെട്ടു. ആഹാ, അബ്രഹാമിന് ചുറ്റും ഒരു പരിചയം ഉണ്ടെന്നുള്ളത് ഇവൻ മറന്നുപോയി. ആര് മറന്നുപോയി? അബീമലേക്ക്. അവന് കയറി തൊടാൻ പറ്റുന്ന ഒരു മുതലല്ല, അല്ലെ? മലയാളത്തിൽ പറഞ്ഞ അവന് കയറി തൊടാൻ പറ്റുന്ന ഒരു മുതലല്ല. ദൈവം പരിചയമായിട്ട് ഇറങ്ങി നിൽക്കുക. അബ്രഹാം അതിമഹത്തായ പ്രതിഫലം പ്രാപിക്കാനുള്ളതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ, അബ്രഹാമിന് തന്നെയല്ല, അവൻ്റെ സന്തതി പരമ്പരകൾക്ക് തലമുറ 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 തലമുറയായി ഏത് കാലത്തും സ്വർഗം കാവലായി തീർന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടുകൂടെ പറയുക, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് പരിചയം വേണമായിരുന്നെങ്കിൽ നമുക്ക് പരിചയം വേണോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് പരിചയം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിൽ വേണമായിരുന്നെങ്കിൽ നമുക്ക് വേണോ? നമുക്ക് എത്രയധികം വേണം, എത്രയധികം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരെ പഠിപ്പിച്ചേക്കുക. കർത്താവ് വരെ തിരുവായി മൊഴിഞ്ഞ് എവിടെ എത്ര സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? ദൈവം കാവൽ കൊടുക്കുന്നതിനെക്കുറിച്ച്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ കാവൽ കൊടുക്കുന്നതിനെക്കുറിച്ച്. അബ്രഹാമിൻ്റെ ജീവിതത്തിന് ചുറ്റും നാട്ടുകാർക്ക് ഈ പരിചയം കാണാൻ പറ്റത്തില്ല കേട്ടോ. വീട്ടുകാർക്ക് ഈ പരിചയം കാണാൻ പറ്റത്തില്ല. സ്വന്തക്കാർക്കും കളിയാക്കുന്നവർക്ക് ഈ പരിചയം കാണാൻ പറ്റത്തില്ല. പക്ഷെ നിന്നെ വിളിച്ചിറക്കിയവൻ നിനക്ക് ചുറ്റും പരിചയം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആ പരിചയക്കകത്ത് നീ വസിക്കും. ആ കാവലിനകത്ത് നീ വസിച്ചാൽ നിന്റെ ലൈഫ്, നിന്റെ വാഹനയാത്ര, നിന്റെ ജീവിതയാത്ര, നിന്റെ എല്ലാ യാത്രകളും നീ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അബ്രഹാമിന് കാവൽ കൊടുത്ത ദൈവം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക്, കുടുംബങ്ങൾക്ക് കാവൽ കൊടുക്കട്ടെ. ഇനി നിങ്ങളൊരു വേർഡ് മനസ്സിലാക്കിക്കൂ. വിളിയുള്ളവന്, കാവലുള്ളവൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ ആ കാവലിൻ്റെ ആ പ്രൊവിഷൻ, ആ കാവലിൻ്റെ തണൽ എന്നും ലോത്തിനും കാണും. ആർക്ക് കാണും? എന്നും ലോത്തിനും കാണും കേട്ടോ. ഭയങ്കര വിഷയമാണ്. ലോത്തിനും കൂടെ ഈ കാവലിനകത്തായിരുന്നു. ലോത്തിൻ്റെ മേലിലുള്ള കാവലല്ല. ആരുടെ മേലുള്ള കാവല? ദൈവം ആരോടാ പറഞ്ഞേ? അബ്രഹാമിനോടാ പറഞ്ഞേ. അബ്രഹാമിനോടാ ദൈവം പറഞ്ഞേ. ലോത്തിന് കാവലില്ല. ലോത്ത് ഈ കാവലിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം പ്രൊട്ടക്റ്റഡാ. ഞാനൊരു തെളിവ് തരാം. ദൈവം നിങ്ങളെ ഒരു അഭിഷേകത്തിനകത്തും ഒരു 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 അഭിഷേകത്തിന്റെ അംബ്രലയ്ക്ക് അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു ബി ദെയർ ഇൻ ദാറ്റ് അനോയിന്റിങ്. അഭിഷേകത്തിന്റെ കീഴിൽ തന്നെ നിൽക്കുക. ലോത്തിന് അനോയിന്റിങ്, ലോത്തിന്റെ മീതെ ദൈവം കാവൽ കൊടുത്തിട്ടില്ല. അബ്രഹാമിന്റെ മീതെയുള്ള കാവലിന്റെ തണലിനകത്താണ് ലോത്തുള്ളത്. നിങ്ങൾ കേൾക്കണോ? അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, ബൈബിളിൽ നിന്ന് തന്നെ. ഒരിക്കൽ നാളുകൾ കഴിഞ്ഞപ്പം ഈ കാവലിനകത്ത് ലോത്തിന്റെ ആടുമാടുകൾ വർദ്ധിച്ചു. അബ്രഹാമിന്റെ ആടുമാടുകളും വർദ്ധിച്ചു, ലോത്തിന്റെ ആടുമാടുകളും വർദ്ധിച്ചു. കാവലുള്ളവന് വർധനം ഉണ്ടാവും. നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചോ, മുൻപോട്ട് വരുമ്പോൾ നമുക്ക് ആഴത്തിൽ പഠിക്കാം. കാവലുണ്ടെങ്കിൽ എന്തോ ഉണ്ട്? വർധനവുണ്ട്, വർധനവുണ്ട്, ഉയർച്ചയുണ്ട്. ഈ വേർഡുകളെല്ലാം ബൈബിളിൽ നിന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു തരാം. കാവലുണ്ടെങ്കിൽ അബ്രഹാമിന് കാവൽ കൊടുത്തു. കാവലുണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാമിന്റെ ആടും വളർന്നു. അബ്രഹാമിന്റെ മീതെയുള്ള കാവലിനകത്ത് ആരുടെ ആടും വളർന്നു? ലോത്തിന്റെ ആടും വളർന്നു. ലോത്തിന്റെ ആടും വളർന്നു. ഒരു സമയത്ത് അബ്രഹാമിന്റെ ലോത്തിന്റെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി. വഴക്കുണ്ടായ സമയത്ത് അബ്രഹാം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ എടുത്തതിന്റെ ദേശം മൊത്തം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. നമ്മൾ രണ്ട് സഹോദരപുത്രന്മാരാ. നീ ഇടത്തോട്ടെടുത്താൽ ഞാൻ വലത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് പൊക്കോളാം. നീ വലത്തോട്ട് പോയാൽ ഞാൻ നീ എങ്ങോട്ട് എടുക്കുന്നു ഞാൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് പൊക്കോളാം. നീ വലത്തെടുത്താൽ ഞാൻ ഇടത്ത് പൊക്കോളാം, നീ ഇടത്തെടുത്താൽ ഞാൻ വലത്ത് പൊക്കോളാം. ആദ്യത്തെ ചാൻസ് ആർക്ക് കൊടുത്തു? ലോത്തിന് കൊടുത്തു. നീ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു. ഇന്നത്തെ അബ്രഹാമാര് വല്ല ആയിരുന്നെങ്കിൽ നമ്മൾ
പച്ചപ്പുള്ളത് നമ്മൾ എടുത്തിട്ട് പറഞ്ഞേനെ ഈ വഴിക്കും കണ്ടുപോയേക്കൽ എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറഞ്ഞേനെ അല്ലേ? ഇന്നത്തെ അബ്രഹാമാരാണെങ്കിൽ പറഞ്ഞേനെ ഇത് എനിക്കുള്ളതാ, എനിക്ക് എന്നെ വിളിച്ചിറക്കിയത്, നീ എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയതാ, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കുക, ബാക്കിയുള്ളത് വേണമെങ്കിൽ നീ വേറെ വഴി കൂടെ പൊക്കോളാൻ പറഞ്ഞേനെ. ഇന്നത്തെ അബ്രഹാം ബാംഗ്ലൂരിൽ കണ്ടുപോയേക്കലെന്ന് പറഞ്ഞേനെ, ബാംഗ്ലൂരിലെങ്ങ് നീ കണ്ടുപോയേക്കലെന്ന് പറഞ്ഞേനെ അല്ലേ ഇന്നത്തെ. പക്ഷെ അബ്രഹാം പറഞ്ഞ എന്തുവാ? ഒറിജിനൽ അബ്രഹാം പറഞ്ഞ എന്തുവാന്ന് അറിയാമോ? അബ്രഹാം പറഞ്ഞു നീ എന്ത് വേണേലും എടുത്തു, നീ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊക്കോളാം. എന്തിനാ ഇത് പറഞ്ഞതെന്ന് ഞാൻ പറയാം. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അബ്രഹാം ചെയ്തത് വലിയൊരു മിസ്റ്റേക്ക് അല്ലേ ദൈവമക്കളെ? അബ്രഹാം ആയിരുന്നല്ലോ ആദ്യമേ എടുക്കേണ്ടിയത്, ബാക്കിയുള്ളതല്ലയോ ലോത്തിന് കൊടുത്താൽ പോരായിരുന്നോ? ലോത്ത് തല ഉയർത്തി നോക്കി, നല്ല പച്ചപ്പുള്ളതും നീരോട്ടമുള്ള സ്ഥലവും അബ്രഹാം എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ആരെടുത്തത്? ലോത്ത് എടുത്തു. ലോത്ത് പച്ചപ്പുള്ളത് നീരോട്ടമുള്ളത് നല്ല ആടിന് പറ്റിയ സ്ഥലം നോക്കിപ്പോയി. മരുഭൂമിയാണ് ആരെടുത്തത്? അബ്രഹാം തിരഞ്ഞെടുത്തത്. ഒരു പച്ചപ്പും ഒരു നീരോട്ടം ഒന്നും ഇല്ലാത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അബ്രഹാം എടുത്തത്. അബ്രഹാം ചെയ്തത് ഒരു മിസ്റ്റേക്ക് അല്ലേ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, അബ്രഹാം ചെയ്തത് മിസ്റ്റേക്ക് അല്ല. അബ്രഹാമിനറിയാം എൻ്റെ അനുഗ്രഹം മണ്ണ് നിമിത്തമല്ല, പച്ചപ്പ് നിമിത്തവും നീരോട്ടം നിമിത്തവും അല്ല എൻ്റെ അനുഗ്രഹം. എൻ്റെ അനുഗ്രഹം സ്ഥലം നിമിത്തമല്ല, എൻ്റെ അനുഗ്രഹം ഉയരത്തിലെ ദൈവം നിമിത്തം. കേൾക്കുന്നുണ്ടോ? എൻ്റെ അനുഗ്രഹം മണ്ണ് നിമിത്തമല്ല, എൻ്റെ അനുഗ്രഹം പച്ചപ്പും നീരോട്ടവും അല്ല എന്നെ അനുഗ്രഹിക്കുന്നത്. ഞാൻ കാല് വെക്കുന്നിടോ അനുഗ്രഹിക്കപ്പെടും. കാരണം എൻ്റെ മീതെ അഭിഷേകം കിടക്കുന്നുണ്ട്. ഞാൻ കാല് വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും. ഈ പുള്ളി പച്ചപ്പ് തേടി ഒരു പോക്ക് പോയി. പിന്നെ അവനെ കാണുന്നത് ഈച്ചയുമില്ല, ആടുമില്ല, ഒരു രോമവും ഇല്ല. സോദോം ഗൊമോറയെ ചാടി പുള്ളി അവിടെ പകല് മൊത്തം ഈച്ച ഓടിച്ചുകൊണ്ടിരിക്കുക, പട്ടണവാതിക്കൽ ഇരുന്ന് വാച ഓടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾക്ക് ദൂതന്മാർ വരുമ്പം പുള്ളിക്ക് ആടില്ല, ആടുണ്ടായിരുന്നെ വല്ല ആടിനെ കൊണ്ട് മേയ്ക്കാൻ പോയേനെ. ഇവൻ ആടുമില്ല, ഒന്നുമില്ല. ഇവനിപ്പോ എവിടെ ഇരിക്കുക? ഇപ്പം പട്ടണവാതിക്കൽ ഇരിക്കുക. എന്തോ എടുക്കുക? സൊറ പറഞ്ഞിരിക്കുക ഈ പുള്ളിക്ക് ആടുമില്ല, മലയാള ഭാഷ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല, ഒന്നുമില്ല അല്ലേ? എടാ, അഭിഷേകത്തിനകത്ത് നീ കണക്റ്റഡ് ആണെങ്കിൽ നീ വളരും. അഭിഷേകത്തിനകത്ത് കണക്റ്റഡ് ആണെങ്കിൽ നീ വളരും. അഭിഷേകത്തിന്റെ അകത്ത് നീ നിൽക്കേണ്ടതുപോലെ നിന്നാൽ ദൈവം നിന്നെ വളർത്തും. ഇല്ലെങ്കിൽ ലോത്തിന്റെ തലമുറകൾ പോലും പട്ടുപോയി. ദൈവം പറഞ്ഞു 10 തലമുറ പോലും പള്ളി കയറിയേക്കലെന്ന് പറഞ്ഞു. ലോത്ത് നീതിമാൻ പോലും അല്ലായിരുന്നു. ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല ലോത്ത് നീതിമാനാന്ന് പറഞ്ഞിട്ടില്ല. ലോത്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അവൻ വലഞ്ഞുപോയ നീതിമാനാണ്. ലോത്ത് നീതിമാനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ലോത്ത് വലഞ്ഞുപോയ നീതിമാനാണെന്ന് പറഞ്ഞേക്കുന്നത്. വലഞ്ഞുപോയ നീതിമാൻ. ദൈവവചനം പറയുക, ദൈവം ഒരു വ്യക്തിയുടെ മീതെ കാവല് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം പ്രൊട്ടക്റ്റഡാ. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ദൈവം വിളിച്ചതാണെങ്കിൽ, ഒരു ശുശ്രൂഷകനെ, ഒരു ദൈവദാസനെ ദൈവം വിളിച്ച് അഭിഷേകം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസൻ നിമിത്തം ആ സഭ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ ദൈവദാസൻ നിമിത്തം ആ വീട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ദൈവവചനം ആഴത്തി മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കാവലിനകത്ത് മാത്രമേ വളരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവിനകത്ത് പറ്റത്തില്ല, നമ്മുടെ മിടുക്കിനകത്ത് പറ്റത്തില്ല, പണം കൊണ്ട് നടക്കത്തില്ല, സാമർഥ്യം കൊണ്ട് നടക്കത്തില്ല, കോണ്ടാക്റ്റ് കൊണ്ട് നടക്കത്തില്ല, യാതൊന്നുകൊണ്ട് നടക്കത്തില്ല. ദൈവത്തിൻ്റെ സുരക്ഷ നമ്മുടെ മീതെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ എന്ന് അബ്രഹാമിൻ്റെ ചരിത്രം തൊട്ട് ഞാൻ തുടങ്ങുക. ഇനി അബ്രഹാം തന്നെയല്ല, യെരൂശലേം പട്ടണവും, ഇനി ശലോമോൻ പണിത ദേവാലയവും, സെരുബാബേൽ പണിത ദേവാലയവും, എല്ലാത്തിനു ചുറ്റും ദൈവത്തിൻ്റെ കൊണ്ടായിരുന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു, കാവല് പോയപ്പോൾ ബുദ്ധിമുട്ടി. ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിന് പോലും കാവല് വേണമായിരുന്നെങ്കിൽ നമുക്ക് വേണോ? ദൈവത്തിൻ്റെ ആലയത്തിന് ബൈബിളിൽ കാവല് വേണമായിരുന്നെങ്കിൽ, ദൈവം തെരഞ്ഞെടുത്ത പട്ടണത്തിന് കാവല് വേണമായിരുന്നെങ്കിൽ നമുക്ക് വേണോ ദൈവമക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞേ.
നമുക്ക് കാവൽ വേണോ? ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ, വഞ്ചന നിറഞ്ഞ ഭൂമിയിൽ ആരെ വിഴുങ്ങണം, ആരെ ചതിക്കണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന കള്ളനുള്ള, ദുഷ്ടനുള്ള ഭൂമിയിൽ തേജസ്സുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുമ്പം നമ്മുടെ എന്ത് കഴിവ് കൊണ്ട് നമുക്ക് ആ തേജസ്സുള്ള ശുശ്രൂഷയുടെ പദ്ധതികളിലേക്ക് എത്താൻ പറ്റും? അതോ വിളിച്ചവൻ തന്നെ നമുക്ക് കാവലായി തീരണോ? പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. വിളിച്ച ദൈവം തന്നെ നമുക്ക് കാവലായി തീരണോ? കേട്ടോ, ദൈവം കാവലായി തീർന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അബ്രഹാം നിമിത്തം ലോത്ത് പ്രൊട്ടക്റ്റഡ് ആയി. അബ്രഹാം നിമിത്തം ദേശം പോലും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. കേട്ടോ, അബ്രഹാം നിമിത്തം ദേശം പോലും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ സാവധാനത്തിൽ ദൈവോചനം കേൾക്കുക, അതിൻ്റെ ആ ഡെപ്ത് നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. അബ്രഹാം നിമിത്തം ദേശം പോലും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾ നിമിത്തം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങളൊരു വണ്ടിയെ കയറിയാൽ നിങ്ങൾ നിമിത്തം വാഹനം പ്രൊട്ടക്റ്റഡ് ആകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. നിങ്ങൾ നിമിത്തം നിങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങളും കയറുന്ന ബസ്സും ലോറിയും അല്ലെങ്കിൽ എല്ലാ ട്രക്കായിരിക്കുക, അല്ലെങ്കിൽ എന്ത് വാഹനങ്ങളാകട്ടെ, ട്രെയിൻ ആകട്ടെ, പ്ലെയിൻ ആകട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ഓഫീസുകൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ നിമിത്തം കേട്ടോ, നിങ്ങളുടെ ദേശം പ്രൊട്ടക്റ്റഡ് ആവും. നിങ്ങൾ അബ്രഹാം നിമിത്തം എല്ലാം പ്രൊട്ടക്റ്റഡ് ആയെങ്കിൽ, അബ്രഹാമിനെ വിളിച്ച ദൈവം കാവല് കൊടുത്തെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം. ആദ്യമേ പറയുന്നത് അതിമഹത്തായ പ്രതിഫലം അല്ല പറയുന്നത്. ആദ്യമേ പറയുന്ന പരിചയ. കാരണം പരിചയം ഉണ്ടെങ്കിലേ നിനക്ക് അതിമഹത്തായ പ്രതിഫലത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇന്ന് രാത്രിയിൽ ചില ദൈവമക്കൾക്ക് ചുറ്റും ദൈവം പരിചയമായിട്ട് ഇറങ്ങി വരട്ടെ. ദൈവം തീ മതിലായിട്ട് ഇറങ്ങി വരട്ടെ. സഭയ്ക്ക് ചുറ്റും, ഇന്ന് ഫെയ്ത്ത് ചർച്ചിന് ചുറ്റും, ഫെയ്ത്ത് മാൾട്ടയ ചർച്ചിന് ചുറ്റും, ദൈവസഭയ്ക്ക് ചുറ്റും, ഓരോ വിശ്വാസികൾക്ക് ചുറ്റും നിങ്ങളെ ആ ദേശത്ത് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ കാണപ്പെടാതെ, അല്ലേ, അബ്രഹാമിന് ചുറ്റും പരിചയം കൊടുത്ത ദൈവം ഈ പരിചയം അബീമലേക്കിന് കാണാൻ പറ്റിയില്ല. ഈ പരിചയം ഒരു രാജ്യക്കാർക്കും കാണാൻ പറ്റിയില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചേ, നിങ്ങളുടെ ചുറ്റിനും ദൈവത്തിൻ്റെ ഒരു വലയമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ കാവൽ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അബ്രഹാം ആട്ടുകൊറ്റൻ, നിഴലായിട്ടുള്ള ആട്ടുകൊറ്റൻ്റെ രക്തത്തിൽ മറയപ്പെട്ടവനാണ് അബ്രഹാം. നിഴലിനകത്ത് ഇത്രയധികം കാവൽ വെളിപ്പെട്ടെങ്കിൽ പൊരുളിനകത്ത് എത്രയധികം കാവൽ, എത്ര ശക്തമായിരിക്കും. നിഴലിനകത്ത് ഇത്രയും കാവലാണ് അബ്രഹാമിന് ദൈവം കൊടുത്തതെങ്കിൽ പൊരുളിനകത്ത് എത്രയധികം കാവൽ വെളിപ്പെടും. ഇനിയും അബ്രഹാമിൻ്റെ കാലം തൊട്ടല്ല കേട്ടോ, ഉൽപ്പത്തി പുസ്തകം തൊട്ട് കാണാം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് ആദാമിനും ഔവായിക്കും ദൈവം കൊടുത്ത 3 ഡ്യൂട്ടി. അതിൽ ഒന്നിനകത്ത് ആദാം പരാജയപ്പെട്ടു പോയി. ഒന്നാമത്തെ ഡ്യൂട്ടി, തോട്ടം നനയ്ക്കണം, തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. തോട്ടം നനയ്ക്കണം, തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. ആദാം തോട്ടം കാക്കാൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പാമ്പിനകത്ത് പിശാച് കയറിയത്. തോട്ടത്തിനകത്ത് പിശാച് പാമ്പിനകത്ത് കയറി ആ രൂപത്തിൽ വരാൻ. തോട്ടം കാക്കുന്നതിൽ ആദാം പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന തോട്ടമാണ് നിങ്ങളുടെ സഭ. ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന തോട്ടമാണ് നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന കുടുംബം. ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന തോട്ടമാണ് നിങ്ങളിപ്പോൾ ഉള്ള ജോലി, ബിസിനസ്. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ കാക്കണം.
പ്രാർത്ഥനയിൽ അത് വേലി കെട്ടണം. കേട്ടോ, പ്രാർത്ഥനയിൽ അത് വേലി കെട്ടണം, പ്രാർത്ഥനയിൽ അത് കാക്കണം. ആദം തോട്ടം കാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് കള്ള സാത്താൻ പാമ്പിൻ്റെ അകത്ത് കയറാൻ ഇടയായി തീർന്നത്. നിങ്ങളുടെ തോട്ടത്തെ നിങ്ങൾ കെട്ടിയടയ്ക്കുക. നമ്മൾ തുടർന്ന് ഇതിൻ്റെ ആഴമേറിയ ഓരോ വിഷയത്തിലേക്ക് കാണാൻ വേണ്ടി പോവാം. ഞാൻ ഇന്ന് ഇവിടം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇട്ട് പ്രാർത്ഥിച്ച് നിർത്തുക. ഇതേ നോക്കിക്കോ, ഇവിടം തൊട്ട് ഇതെനിക്ക് തോന്നുന്നു എത്ര 70 സ്ലൈഡ് എങ്ങാണ്ടുണ്ട്. 70 സ്ലൈഡ് നോക്കിയേ. അടുത്തത് കാവൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വരെ കാവലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സങ്കീർത്തനങ്ങളിൽ ഇഷ്ടം പോലെ ആ വാക്കുകളൊക്കെ നമുക്ക് ചിന്തിക്കും. ഇസ്രയേലിൻ്റെ കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ചരിത്രങ്ങളിൽ കൂടെ അനേക വിഷയങ്ങളിൽ കൂടെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, ഒത്തിരിയും കാര്യങ്ങൾ. ദൈവത്തിൻ്റെ കാവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിൻ്റെ കാവൽ. ഇന്ന് ഞാൻ രണ്ടാമത്തെ വിഷയം തൊട്ട് കഴിഞ്ഞാൽ അത് സമയം കുറച്ചും കൂടെ പോവും. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എടുക്കാം. ദൈവമക്കളെ, കാവൽ. ഒരു ദൈവ പൈതലിനെ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് മാൾട്ടായിൽ, യൂറോപ്പിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് നടുന്നതിന് മുമ്പേ നിങ്ങൾ ഓർക്കും ദൈവം നിങ്ങൾക്ക് അവിടെ ജോലി തന്നു ആദ്യമേന്ന്. അല്ല, നിങ്ങൾക്ക് ജോലി തരുന്നതിനെക്കാട്ടിലും മുമ്പേ, നിങ്ങൾക്ക് വീട് കിട്ടുന്നതിനെക്കാട്ടിലും മുമ്പേ, നിങ്ങൾ അവിടെ ചെല്ലുന്നതിനെക്കാട്ടിലും മുമ്പേ ബൈബിള് പഠിപ്പിക്കുന്നു, നിങ്ങൾ എത്താനുള്ള സ്ഥലത്ത്, നിങ്ങൾ പാർക്കാനുള്ള സ്ഥലത്ത് ദൈവം വേലി കെട്ടി, എന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് നടന്നട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന ഒരു പ്രാവചനിക ശബ്ദം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. യെശയ്യാവ് 5. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തിനെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ബലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മതി സിസ്റ്ററെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഞാൻ എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. ഇസ്രയേലിനെ കുറിച്ച് പ്രാവചനികമായി ഒരു പോയട്രി ആയിട്ട് എഴുതി വെച്ചേക്കുക. കുന്നിൻ്റെ മീതെ എൻ്റെ പ്രിയതമന് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആദ്യമേ ആ മുന്തിരി കൊണ്ട് നടുന്നതിന് മുമ്പേ ആദ്യം ചെയ്തത് എന്തുവാ? കല്ല് പെറുക്കി കളഞ്ഞെന്നാണോ? മുന്തിരി നട്ടെന്നാണോ? ഗോപുരം പണിതു, ചക്കിട്ടു, മുന്തിരി കായ്ക്കും, എല്ലാം ആദ്യമേ ചെയ്തത് എന്തുവാ? പ്രിയൻ ആദ്യമേ ചെയ്തേ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. വേലി കെട്ടി. കണ്ടോ? മുന്തിരി നടുന്നതിന് മുമ്പേ, കല്ല് പെറുക്കി കളയുന്നതിന് മുമ്പേ, ഗോപുരം ഇടുന്നതിന് മുമ്പേ, ചക്കിടുന്നതിന് മുമ്പേ, സകലവും ചെയ്യുന്നതിന് മുമ്പേ, മുന്തിരി കൊണ്ട് നടുന്നതിനെക്കാട്ടിലും മുമ്പേ പ്രിയൻ എന്തോ ചെയ്തു? വേലി കെട്ടി. അപ്പൊ നിങ്ങൾ പറ, നിങ്ങളെ ആ പട്ടണത്തിൽ കൊണ്ടുചെല്ലുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം എന്ത് ചെയ്തു? നിങ്ങൾക്ക് ചെന്ന് പാർക്കാനുള്ള സ്ഥലം ദൈവത്തിന് കണ്ടുപിടിച്ചിട്ട്, ദൈവം ഒരുക്കിയിട്ട്, ദൈവം അതിനു ചുറ്റും വേലി കെട്ടി. എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചോണം, വേലി കെട്ടി. പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിയാ. ഫലം കായ്ക്കേണ്ടിവൻ ഫലം കായ്ക്കണമായിരുന്നു. ഇനി അടുത്തത്, നിങ്ങൾ 5-ാം വാക്യം തൊട്ട് 4-ാം വാക്യം തൊട്ടൊന്ന് വായിച്ച്, 4-ഉം 5-ഉം വാക്യങ്ങൾ വായിച്ച്, 4, 5, 6 ഒന്ന് വായിച്ച് വേഗത്തിൽ വായിച്ചു. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ അത്രേ. കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീൻ,
ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ആഹാ ആ ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, മതി അത് മതി മതി വള്ളിത്തല മതി മുറിക്കാതെയും. മതി. ഫലം കായ്ക്കേണ്ടത് കായ്ക്കാതിരുന്നപ്പം ദൈവം ചക്കല്ല മാറ്റിയേ, ഗോപുരം ഇടിച്ചു കളയല്ല ചെയ്തേ. ദൈവം ആ മുന്തിരിയുടെ വേരെല്ലാം പിഴുതു കളഞ്ഞില്ല, മുന്തിരി വെട്ടിക്കളഞ്ഞില്ല. മുന്തിരി അവിടെ തന്നെ നിന്നു. മുന്തിരി അവിടെ തന്നെ നിന്ന് ഫലം കായ്ക്കട്ടെ എന്നോർത്തു, കാട്ടുമുന്തിരി കായ്ച്ചോട്ടെ എന്നോർത്തു. പക്ഷെ ദൈവം ഒരു കാര്യം മാറ്റിക്കളഞ്ഞു. എന്ത് മാറ്റിക്കളഞ്ഞു? വേലി പൊളിച്ചു കളഞ്ഞു. വേലി പൊളിച്ചു. വേലി പൊളിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കാവല് നഷ്ടമായാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്യേണ്ടത് മൊത്തം കാട്ടുമൃഗങ്ങൾ ചെയ്തോളും. കാട്ടുമൃഗങ്ങൾ. പുതിയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ വേലി പോയാൽ സാത്താന്യ ശക്തികൾ ആ കുടുംബത്തെ ചിതറിച്ചു കളയും. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഓട് കണ്ടോ? ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാനതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഒരു ഭയങ്കര വിഷയമാണ്, ഒരു ഭയങ്കര വിഷയമാണ്. എത്രയോ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വേലി നഷ്ടമായി, വേലിക്ക് വിടവ് പറ്റി, വേലി മതിൽ ഇടിഞ്ഞുപോയി, കുടുംബങ്ങളിലകത്ത് ഇടിഞ്ഞുപോയി. സാത്താൻ എന്നും കയറി വരത്തില്ല, എന്നും കയറി വരത്തില്ല. അവൻ അവസരം നോക്കി നിൽക്കും. നിങ്ങളുടെ ഒരു ഉയർച്ചയുടെ സമയമാകുമ്പോൾ, നിങ്ങളുടെ ഒരു നന്മയുടെ സമയമാകുമ്പോൾ, ഒരു നല്ല സമയം നോക്കി വരും, വന്ന് അത് മൊത്തം തകർത്തിട്ട് പോവും. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊയ്യേണ്ടിയ സമയമാകുമ്പോൾ അവന് കൂട്ടമായിട്ട് വരും, കൊയ്യേണ്ടിയത് മൊത്തം അവൻ കൊയ്തുകൊണ്ട് പോവും, ബാക്കിയുള്ളത് അവൻ ചവിട്ടിക്കളയും. ഇസ്രായേൽ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചേ? വേലി പൊളിഞ്ഞുപോയി, വേലി പൊളിഞ്ഞുപോയി. ദൈവമക്കളെ, ഭയങ്കര ആഴമേറിയ, ഭയങ്കര ഘനമേറിയ ചില സ്പിരിച്വൽ മിസ്റ്ററീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ചില്ലറ കാര്യമല്ല, ഭയങ്കര ആഴമേറിയ, ഭയങ്കര ഘനമേറിയ സ്പിരിച്വൽ മിസ്റ്ററീസാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചില വ്യക്തികളുടെ ജീവിതത്തിന് ചുറ്റും എന്തുകൊണ്ട് അറ്റാക്ക്, അതെല്ലാം ഞാൻ പറയാം. സാത്താൻ 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവം എന്നെ പഠിപ്പിച്ചതൊക്കെ നിങ്ങളോട് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ കാവലിനകത്ത് നിലനിൽക്കുക. ദൈവത്തിൻ്റെ കാവലിനകത്ത്, ദൈവത്തിൻ്റെ കാവൽ, വ്യക്തിപരമായിട്ട് കാവലുണ്ട്, കുടുംബപരമായിട്ട് കാവലുണ്ട്, നിങ്ങൾക്കുള്ള സകലത്തിന് ചുറ്റും കാവലുണ്ട്. അടുത്തത് നിങ്ങളുടെ പട്ടണത്തിന് കാവലുണ്ട്, പട്ടണത്തിന് കാവലുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്ന വാക്കുകളൊക്കെ പിന്നീട് ഞാൻ എടുത്തു തരാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു, വൃഥാ ജാഗരിക്കുന്നു. കാവൽ, സുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇന്നുവരെ നിങ്ങളത് ഒരു പക്ഷെ അറിയാതിരുന്ന് കാണാം. പക്ഷെ ഈ വിഷയം നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ ക്ഷമയോടെ, നിങ്ങൾ വളരെ ആർത്തിയോടെ, വളരെ ഉത്സാഹത്തോടെ ഈ വിഷയം പഠിക്കാൻ നിങ്ങൾ തുടങ്ങിക്കേ. എൻ്റെ ലൈഫിലെ ഉയർച്ച നടക്കുന്നതിൻ്റെ മേജർ ഒരു കാര്യമായിരുന്നു ഈ ഒരു വിഷയം. എന്നെ ആദ്യമേ പഠിപ്പിച്ചത്, ദൈവം പഠിപ്പിച്ച എന്നോട് ഈ ഒരു വിഷയം, ദൈവത്തിൻ്റെ കാവൽ. ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ചർച്ച് തുടങ്ങുന്ന സമയത്ത് പല വിഷയങ്ങൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ടാബർനാക്കിൾ, അല്ലെങ്കിൽ അനോയിൻറ്റിങ് ആൻഡ് ക്യാരക്ടർ, പ്രസൻസ് ഓഫ് ഗോഡ്, ടൈം ആൻഡ് സീസൺ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ബ്രേക്കിംഗ് ദ ജനറേഷൻ പ്രോബ്ലം, എല്ലാം ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. യാഗങ്ങൾ, ഫീസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ചർച്ചിൻ്റെ തുടക്ക സമയത്ത് ഞാൻ എൻ്റെ ചർച്ചിനെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തുടങ്ങിയത് കാവലിനെ കുറിച്ചാണ്. കാരണം കാവലില്ലാതെ ആരും വളരത്തില്ല, കാവലില്ലാതെ ഒരു വ്യക്തികളും വളരത്തില്ല, കാവലില്ലാതെ ഒരു സഭ പോലും വളരത്തില്ല. സഭയ്ക്കകത്ത് ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം വരാൻ തുടങ്ങും, കാവൽ നഷ്ടമായാൽ. ഇപ്പം ദൈവത്തിൻ്റെ കാവൽ അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. നിങ്ങൾ ഓർക്കും എന്തോ സഭയ്ക്ക് ചുറ്റുമൊക്കെ കാവലെന്ന്.
പഠിച്ചു നോക്കിയാൽ മതി. യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും. കണ്ടോ, തീ മതിലായിരിക്കും. ടാബർനാക്കിളിനകത്ത് മേഘത്തിന്റെ തീ ഇറങ്ങി നിന്നു. മേഘത്തിന്റെ തീ, ഷെക്കൈന ഗ്ലോറി ഇറങ്ങി നിന്നു. ഷെക്കൈന ദൈവത്തിന്റെ സുരക്ഷയാ, ദൈവത്തിന്റെ ഗ്ലോറിയ. അതിന് വ്യത്യസ്ത വശങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ നിങ്ങൾ ആഴത്തി മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കാവലില്ലാതെ നിങ്ങളുടെ മുൻപട പിൻപട, നിങ്ങൾക്ക് എല്ലാ അളവിലും കാവൽ തരാൻ ഇന്ന് തൊട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് രാത്രി തൊട്ട് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ കാവലിനകത്ത് തന്നെ മറയ്ക്കണമേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ എൻ്റെ പരിപാലകൻ. എന്തിനാ ഇതൊക്കെ പറഞ്ഞേക്കുന്നേ? യഹോവ നിന്റെ വലത്തുഭാഗത്ത് തണൽ. അടുത്ത ആഴ്ച എടുക്കാം. എന്തിനാ പറഞ്ഞേക്കുന്നേ? യാക്കോബിൻ്റെ ചരിത്രത്തിൽ കൂടി എടുക്കാം. അല്പകാര്യങ്ങൾ, എൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം, എൻ്റെ സമയം ഓടിപ്പോവും. അപ്പം നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സുരക്ഷ, അങ്ങയുടെ സുരക്ഷ, അങ്ങയുടെ സുരക്ഷ. ലോകരാജ്യങ്ങൾ അവരുടെ ബഡ്ജറ്റ് നീക്കി വെക്കുമ്പം ഏറ്റവും കൂടുതൽ പണം മാറ്റി വെക്കുന്ന എന്തിനാണെന്നറിയാമോ? അഗ്രികൾച്ചറിനല്ല, റിസർച്ചിനല്ല. ഏറ്റവും കൂടുതൽ പണം മാറ്റി വെക്കുന്ന ഡിഫൻസിനാണ്. എന്തിനാ ഡിഫൻസിന് പണം മാറ്റി വെക്കുന്നത്? ഏറ്റവും കൂടുതൽ പണം ഡിഫൻസിനാണ് മാറ്റി വെക്കുന്നത്. അവർക്കറിയാം, എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം, മിലിറ്ററി സ്ട്രോങ് അല്ലെങ്കിൽ, ബൗണ്ടറി പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ശത്രു പൊളിച്ച് അകത്ത് വരും. പിന്നെ ഇവിടെ എന്തോ ഉണ്ടായാലും കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനും സ്ട്രെങ്തും വേണ്ടിയത് മിലിറ്ററിക്കാണ്. ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജി മേടിക്കാൻ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മാറ്റി വെക്കും, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മാറ്റി വെക്കും, അല്ലേ? ലോകരാജ്യങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സ്വർഗം എങ്ങനെ ചെയ്യും? സ്വർഗം എങ്ങനെ ചെയ്യും? ഇരുട്ടിൻ്റെ ശക്തിക്ക് അകത്താ, ഭൂമി ഇരുട്ടിനകത്താ ഇന്ന്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയുടെയാണ്. ഇതിൻ്റെ സുപ്രീം അതോറിറ്റി ദൈവമാണ്, ദൈവത്തിൻ്റെതാ ഭൂമി. പക്ഷേ ഭൂമി മനുഷ്യന് ദൈവം കൈമാറി, മനുഷ്യന് വാഴാൻ കൊടുത്തതാ. പക്ഷെ അവൻ വീണു. ഇന്ന് സാത്താൻ അവൻ്റെ ചിന്തകളെയും ശരീരത്തെയും വികാരങ്ങളെയും ആശയങ്ങളെയും വാക്കുകളെയും എല്ലാം പിടിച്ച് അവൻ്റെ കിങ്ഡം പണിയുക. ദൈവമക്കൾ ദൈവരാജ്യത്തിന് വേണ്ടി അവരുടെ നാവും ഹൃദയവും ആശയവും ആക്ഷനും എല്ലാം വിട്ടുകൊടുത്തതുപോലെ ചില വ്യക്തികൾ ഇരുട്ടിൻ്റെ ശക്തിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇരുട്ടായി, മൊത്തം ഇരുട്ട്. യെശയ്യാവ് പറഞ്ഞേക്കുന്നത് അങ്ങനെ, യോഹന്നാൻ പറഞ്ഞേക്കുന്നു അങ്ങനെ. ഇരുട്ട്, ഇരുട്ട്, ഇരുട്ട്. വെളിച്ചം ഇരുട്ടി പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു. ബൈബിൾ പറഞ്ഞേക്കുന്നത് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെന്നാ, അന്ധകാരത്തിൽ നിന്ന് അതിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ചെന്നാ. അപ്പൊ ഭൂമി മൊത്തം ഇരുട്ടില്ല, അന്ധകാരത്തില, ചതിയൻ വഞ്ചകനുള്ള ഭൂമിയിൽ ആരെ വിഴുങ്ങണ്ടു എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ദുഷ്ടശക്തിയുള്ള ഈ ഭൂമിയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം? പറഞ്ഞോ? ദൈവത്തിന്റെ കാവൽ വേണം. യെസ്, ദൈവത്തിന്റെ സുരക്ഷ വേണം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി സുരക്ഷയ്ക്കായിട്ട് ഇറങ്ങി വരട്ടെ. സ്വർഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയ. അപ്പൊ ദൈവം ഇറങ്ങി വരുമല്ലേ? ദൈവം ഇറങ്ങി വരുമല്ലേ? ദൈവം തന്നെ ദൂതനെ അയക്കും, ദൈവം തന്നെ കാവലായിത്തീരും. നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇതൊരു ബൈബിൾ ക്ലാസ് മാത്രമല്ല, ഇതൊരു ഡെലിവറൻസ് ശുശ്രൂഷയും കൂടെ കൂടിയാണ്. ഓരോ വീടുകളിൽ ഇടിയപ്പെട്ട മതിലുകൾ കണ്ടുപിടിച്ച് പണിയപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. ഓരോ വ്യക്തി ജീവിതത്തിന് ചുറ്റും ഇടിയപ്പെട്ട മതിലുകൾ കണ്ടുപിടിച്ച് പണിയപ്പെടുന്ന ദിവസമായി തീരട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തം കൊടുത്ത് അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചതാ. അങ്ങയുടെ കാവലിൽ ഞങ്ങളെ മറയ്ക്കണമേ. പൈശാചിക കമ്മ്യൂണിക്കേഷനുകൾ തകരട്ടെ. ക്രൂശിൻ്റെ രക്തം ഈ രാത്രിയിൽ ഞങ്ങളുടെ ചുറ്റിനും കാവലായി തീരണമേ. ഞങ്ങളെ വചനം പഠിപ്പിക്കണമേ.
ഞങ്ങൾ എങ്ങനെ ആ കാവലിനകത്തേക്ക് മറയണം, എങ്ങനെ മതിൽ പണിയണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടിവുകളെ എങ്ങനെ ഞങ്ങൾ നികത്തണം എന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച് പണിയണമേ. കർത്താവിൻ്റെ കൃപയിൽ മറയ്ക്കണമേ. അടിയൻ ദൈവസഭയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ദൈവദാസനെ അനുഗ്രഹിക്കുന്നു, ദൈവസഭയിലുള്ള എല്ലാ ലീഡേഴ്സിനെ അനുഗ്രഹിക്കുന്നു. കൃപയിൽ പൊതിയണമേ. മഹത്വം ദൈവം എടുക്കണമേ. എല്ലാ വചനത്തിലുള്ള എല്ലാ ജീവനും ചൈതന്യവും സാന്നിധ്യവും വെളിച്ചവും അങ്ങയുടെ മക്കളിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇരുളിൻ്റെ ശക്തികൾ ഇപ്പോൾ തന്നെ തകർന്നു പോകട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അനർത്ഥം ഒന്നും ഭവിക്കയില്ല, ബാധയൊന്നും നിന്റെ കൂടാരത്തോട് അടുക്കയില്ല. ഞങ്ങളുടെ വചനത്തിലുള്ള എല്ലാ കാവലും നന്മയും ഞങ്ങളുടെ മീതെ തരണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു, ഞങ്ങളുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ബെൻസൺ പാസ്റ്ററോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.